ഗൈസ് എത്ര വീഡിയോ ആണെന്ന് അറിയോ? മല്ലു ഫാമിലി ഫേക്ക് കളിച്ചു, മല്ലു ഫാമിലി സർട്ടിഫിക്കറ്റ് ഫേക്ക് കാട്ടി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഞാൻ 2-3 ദിവസത്തിന് മുൻപായിട്ട് മല്ലു ഫാമിലിയിലെ പൊന്നൂസ് BSS കോഴ്സ് പഠിച്ചിറങ്ങിയതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് ഫേക്ക് ആണ്, ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമന്റ്സ് കണ്ടിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുകയുണ്ടായി, ഇതിനെതിരെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോഴ്സ് പഠിക്കുന്നതിനെ പറ്റിയും അതിന്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഒരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞത് കൂടുതലും നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത വീഡിയോ ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സ് ആണ്, നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾ ചാനലിലൂടെ എല്ലാവരുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മല്ലു ഫാമിലെ പൊന്നൂസ് ചേച്ചി പഠിച്ചിറങ്ങിയല്ലോ, എങ്കിൽ ഞങ്ങളും കൂടെ പോയി ഈ കോഴ്സ് പഠിക്കാം, നല്ലതായിരിക്കും, രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ കരുതി സാധാരണക്കാരായ കുട്ടികൾ 30,000, 40,000, 25,000 രൂപയൊക്കെ കൊടുത്ത് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശമ്പളത്തിന് ജോലി അവർക്ക് ലഭിച്ചെന്ന് വരികയില്ല. ഇപ്പൊ സാധാരണക്കാർ കുട്ടികൾക്ക് 30,000 എന്ന് പറയുന്നതും 40,000 എന്ന് പറയുന്നതും 25,000 എന്ന് പറയുന്നതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അത് 3 ലക്ഷം, 4 ലക്ഷം, 2.5 ലക്ഷം രൂപയ്ക്കൊക്കെ സമമായിരിക്കും. അത്രയും അവർ കഷ്ടപ്പെട്ടായിരിക്കും ആ പൈസ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കൊടുത്ത് അവർ പഠിച്ചിട്ടോ അവർ ആഗ്രഹിക്കുന്ന ഒരു ശമ്പളം അവർക്ക് ലഭിച്ചെന്ന് വരത്തില്ല. ഇപ്പൊ അവർ ഏത് കോഴ്സാണോ പഠിച്ചത്, ഇപ്പൊ ഞാൻ പറയുന്നത് നഴ്സിംഗ് കോഴ്സിന്റെ കാര്യമാണ്. ഇപ്പൊ നഴ്സിംഗ് കോഴ്സ് BSSന്റെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ ആ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ലെവലിൽ നിന്ന് വേണമായിരിക്കും അവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. അവരെക്കാട്ടിലും ഉയർന്ന വിദ്യാഭ്യാസം നേടി വന്നിട്ടുള്ളവരുടെ മുമ്പിൽ അവരെപ്പോഴും അടിത്തട്ടിൽ അവരുടെയൊക്കെ കുറെ വഴക്കൊക്കെ കേട്ട് അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നത് കേട്ട് അടിമയെ പോലെ പണി ചെയ്ത് വേണം അവരവിടെ ജീവിക്കാൻ. അതുമാത്രമല്ല, ഇപ്പം ഇല്ലാത്ത പൈസ മുടക്കി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കുന്ന എന്തായിരിക്കും, എൻ്റെ മക്കൾ ഈ കോഴ്സ് പഠിക്കുക, ഇത് പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെ വീടിന് ഒരു ആശ്രയമായിരിക്കും, അല്ലെ എനിക്കൊരു താങ്ങായിരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും പഠിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഈ തുച്ഛമായ പൈസ 4,000, 5,000 രൂപ ഇപ്പം കിട്ടും. 10 വർഷത്തിന് മുൻപായിരുന്നു എങ്കിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ശമ്പളം എന്നത് 1,500 രൂപയായിരുന്നു. ഈ 1,500 രൂപയിൽ നിന്ന് 300 രൂപ ഇവർ PF എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യും. പിന്നെ കിട്ടുന്നത് 1,200 രൂപയാണ്. ഈ 1,200 രൂപയിൽ നിന്ന് അവരുടെ ഫുഡ്, ശമ്പളം ഇതെല്ലാം പോയിട്ട് അവരുടെ കയ്യിൽ ഒരു മാസം വരുന്നത് ചിലപ്പോൾ 500, 600, 700 രൂപയായിരിക്കും. ഈ 500, 600, 700 രൂപ കൊണ്ട് ഒരു മാസം ഒരു കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴത് ചിലപ്പം 5,000 ആയതുകൊണ്ട് അവരുടെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് 2,000 രൂപയായിരിക്കും. ഈ 2,000 രൂപ കൊണ്ട് ഒരു കുടുംബം ഒരു മാസം കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും പൈസ മുടക്കി കഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് പറയുന്നത്, പഠിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നഴ്സിംഗ് ഫീൽഡ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. അതുമാത്രമല്ല ഇതിന്റെയൊക്കെ റെക്കോർഡ്സ്, ഇതിന്റെയൊക്കെ ഓരോ കാര്യങ്ങൾ വരച്ചെടുത്ത് ചാർട്ട് ഉണ്ടാക്കി പഠിച്ച് വൈവയൊക്കെ പാസ്സായി ഇവര് എക്സാം ഒക്കെ പാസ്സായിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ചെന്നാലുണ്ടാകുന്ന അവസ്ഥ വേറെ ഒന്നാണ്. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർ അതായത് ഹോസ്പിറ്റലുകളിൽ കൊണ്ടാക്കും. ഇപ്പൊ ഓരോരോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടാക്കി കഴിഞ്ഞാലോ അവിടെ ചെക്കിങ്ങിന് എങ്ങാനും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ BSS കോഴ്സ് പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കോ, കുറച്ച് നേരത്തേക്ക് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയും. ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിനകത്ത് തന്നെ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഇത്രയും അധികം കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മല്ലു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ മലയാളികളുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ളവർ ഈ കോഴ്സ് പഠിച്ചിറങ്ങി എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരായ കുട്ടികൾ ഈ കോഴ്സിലേക്ക് വന്നിട്ട് അബദ്ധം പറ്റിപ്പോകരുത് എന്ന് കരുതിയിട്ടാണ് ഒരുപാട് പേര് പറയുന്നത് ഈ കോഴ്സ് കൊള്ളൂല, ഈ കോഴ്സ് പഠിക്കരുത്, ഇത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ് എഴുതുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇത് പ്രൊമോഷൻ ചെയ്ത് വീഡിയോ ചെയ്തു എന്നോ ഒന്നും അല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വരുന്ന കുട്ടികൾക്ക് ഈ ഒരു അബദ്ധം പറ്റരുത്. അപ്പം അതുപോലെ തന്നെ മല്ലു ഫാമിലിയിലെ സുജിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. ഗൈസ് എത്ര വീഡിയോ ആണെന്ന് അറിയോ? മല്ലു ഫാമിലി ഫേക്ക് കളിച്ചു, മല്ലു ഫാമിലി സർട്ടിഫിക്കറ്റ് ഫേക്ക് കാട്ടി. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാരും കുഞ്ഞു ചാനലുകള്
ഒക്കെ 500, 1000 ഒക്കെ അതുപോലെ മറ്റേ 2500, 3000 സബുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യണത്. എനിക്ക് തോന്നുന്ന കാര്യം പറയട്ടോ, ഞാൻ ഇതിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ അത് അറിയാതിരിക്കാൻ ആർക്കും വഴിയില്ല. കാരണം അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കയറി വന്നതാണ്. അല്ല ചക്കരെ ആണ് അത്രയും വിവാദം. എനിക്ക് തോന്നുന്നു നമ്മളത്ര വിവാദം ഉണ്ടാക്കിയ വേറൊരു ഫാമിലി വ്ളോഗേഴ്സ് വേറെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ 8 ലക്ഷം 3 വട്ടം അടിച്ച ആളാണ് ഞാൻ. ലോകത്തിൽ തന്നെ അങ്ങനത്തെ ഒരു വ്ളോഗർ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സുജിൻ പറഞ്ഞത് കുറേ ചെറിയ ചാനലിൽ ആ ചെറിയ ചാനലിൽ ഒരാൾ ഞാനും ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും കുറെ ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ പോലും ഞങ്ങളെ ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ അങ്ങനെ പറയുന്നു, ഞങ്ങൾ പ്രൊമോഷൻ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ അല്ല പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഇത് കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് ഈ കോഴ്സിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഈ കോഴ്സ് പഠിക്കാൻ പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ വന്ന കമൻസുകൾ വായിച്ചിട്ട് കുറേ പേര് ഇതിനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളെ ഒരിക്കലും മോശക്കാരാണെന്നോ പൊന്നൂസ് പഠിച്ചത് വളരെ മോശമായി പോയെന്നോ ഒന്നും അല്ല പറയുന്നത്. കാരണം പൊന്നൂസിന് 3rd റാങ്കം കണ്ട് ആ കുട്ടിക്ക് കിട്ടി. കാരണം ഇത്രയും പഠിക്കുക എന്ന് പറഞ്ഞാൽ 2 കുട്ടികളെയും വെച്ചുകൊണ്ട് ഇത്രയും പഠിച്ച് കയറി വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഓരോ കോഴ്സിനാണെങ്കിലും നേഴ്സിംഗ് ആണെങ്കിലും ലാബാണെങ്കിലും TTC ആണെങ്കിലും എക്സ്റേ ECG ആണെങ്കിലും എന്ത് പഠിക്കാൻ പോയാലും കുറേ റെക്കോർഡ്സ്, കുറേ വരയ്ക്കാൻ കുറേ ഉണ്ട്. ഇതൊക്കെ പഠിച്ച് പാസ്സായിട്ട് ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോഴും നിങ്ങൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ.